ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്ന് ചേരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും സഭ പ്രക്ഷുബ്ധമാകും. ചോദ്യോത്തരവേള മുതൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പ്രതിപക്ഷ നീക്കം. പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതുന്നയിച്ച് പ്രതിഷേധം ശക്തിപ്പെടുത്തും. സംസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം. തിരുവനന്തപുരത്ത് കുത്തിവയ്പ്പിന് പിന്നാലെ 2.5 വയസ്സുകാരി മരിച്ചെന്ന് പരാതി. മരിച്ചത് ഉറിയാക്കോട് സ്വദേശി സിദ്ദിഖ് ഫൈസൽ ദമ്പതികളുടെ മകൾ. ആരോപണം കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ. എറണാകുളം കാക്കനാട് ചായക്കടയിൽ കൂട്ടത്തല്ല്. കട ഉടമയ്ക്കും ജീവനക്കാരനും മർദ്ദനം. കൂട്ടത്തല്ലിൽ കലാശിച്ചത് കഴിച്ച ഭക്ഷണത്തിന്റെ പൈസയെ ചൊല്ലിയുള്ള തർക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ഇടതുമുന്നണി യോഗം ഇന്ന്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CPIM ഏറ്റെടുക്കുന്നതിൽ തീരുമാനമുണ്ടാകും. CPIയുമായി സീറ്റ് വെച്ച് മാറുന്നതിലും ചർച്ച. മേഖലാ ജാഥകളുടെ വിലയിരുത്തലും യോഗത്തിൽ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സീറോ മലബാർ സഭയെ അനുനയിപ്പിക്കാൻ തിരക്കിട്ട നീക്കവുമായി BJP. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് സഭാ ആസ്ഥാനത്ത്. സഭാ നേതാക്കളുമായി ന്യൂനപക്ഷകാര്യമന്ത്രി ചർച്ച നടത്തും. സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. എറണാകുളത്തടക്കം വിവിധയിടങ്ങളിൽ രാവിലെ മഴ. 26 വരെ മഴ തുടർന്നേക്കും. നീണ്ട നാളത്തെ അഭ്യൂഹങ്ങൾക്കിടെ വിവാഹ വാർത്ത സ്ഥിരീകരിച്ച് വിജയ് ദേവരക്കൊണ്ടയും രശ്മിക മന്ദാനയും. സ്ഥിരീകരണക്കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് താരങ്ങൾ. വിവാഹ തീയതിയിൽ സസ്പെൻസ് തുടരുന്നു. T20 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യക്ക് വൻ തോൽവി. ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടത് 76 റൺസിന്. 188 റൺസ് പിന്തുടർന്ന ഇന്ത്യ 111 പുറത്തായി. 42 റൺസ് എടുത്ത ശിവം ദുബെ ടോപ്പ് സ്കോറർ. മാർക്കോ ജാൻസന് 4 വിക്കറ്റ്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ 2ാം തോൽവി. ഹോം മത്സരത്തിൽ മുംബൈയോട് തോറ്റത് എതിരില്ലാത്ത 1 ഗോളിന്. മുംബൈയുടെ പെനാൽറ്റി തടുത്ത് അർഷ് അൻവർ. നോർത്ത് ലണ്ടൻ ഡെർബിയിൽ ടോട്ടനത്തെ തകർത്ത് ആഴ്സണൽ. ഗണ്ണേഴ്സിന്റെ ജയം 1-നെതിരെ 4 ഗോളുകൾക്ക്. ലിവർപൂളിനും ക്രിസ്റ്റൽ പാലസിനും ജയം. ലാലിഗയിൽ 1ാം സ്ഥാനത്ത് തിരിച്ചെത്തി ബാഴ്സലോണ.